പിണറായി വിജയൻ പാർട്ടി നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന CPIM മുതിർന്ന നേതാവ് ഹനൻ മൊള്ളയുടെ പരാമർശത്തിൽ സംസ്ഥാന നേതാക്കൾക്ക് അതൃപ്തി. പിണറായി വിജയൻ അല്ലാതെ മറ്റാരാണ് പ്രതിപക്ഷ നേതാവെന്നായിരുന്നു KK ശൈലജയുടെ പ്രതികരണം. പാർട്ടിക്കുണ്ടായത് നാണം കെട്ട തോൽവിയാണെന്ന് പറഞ്ഞ PK ശ്രീമതി ഹനൻ മൊള്ളയുടേത് അഭിപ്രായ പ്രകടനം മാത്രമാണെന്നും പറഞ്ഞു. വിഷയം ചർച്ച ചെയ്ത് വഷളാക്കേണ്ട എന്നുള്ള നിലപാടിലാണ് ദേശീയ നേതൃത്വവും. ആദിൽ പാലോട് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അതിൽ പിണറായി വിജയൻ കേരളത്തിൽ പ്രതിപക്ഷ നേതാവായി വരുന്നതിനെ പോളിറ്റ് ബ്യൂറോയിൽ 7 പേർ എതിർത്തിരുന്നു. സ്വന്തം വോട്ട് കൂടി ചേർത്തുകൊണ്ടാണ് ആ ഒരു തീരുമാനം അനുകൂലമാക്കി പിണറായി പ്രതിപക്ഷ നേതാവായി മാറുന്നത്. പക്ഷേ വലിയ എതിർപ്പ് ദേശീയ തലത്തിൽ പ്രധാനപ്പെട്ട നേതാവ് ഹനൻ മൊള്ള എന്നൊക്കെ പറയും മുൻ പോളിറ്റ് ബ്യൂറോ അംഗമാണ്, പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം റിപ്പോർട്ടർ ചാനലിനോടാണ് ആ ഒരു എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചതും. ഇതൊക്കെ കേട്ടില്ല കണ്ടില്ല എന്ന് നടിക്കാൻ ഇനിയും ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് കഴിയുമോ? ആകെ 18 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, അതിൽ 17 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിലാണ് 10 പേരുടെ അംഗീകാരത്തോടുകൂടി 7 പേരുടെ എതിർപ്പോടുകൂടി പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം, സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം പിന്നീട് PB-യിലേക്ക് വരികയും PB വോട്ടിനിട്ട് അത് 10 പേരുടെ ഭൂരിപക്ഷത്തിൽ 3 പേരുടെ ഭൂരിപക്ഷത്തിൽ ഇത് പാസ്സാക്കുകയുമായിരുന്നു എന്ന് വേണം കരുതാൻ. അതിനുശേഷം മുതിർന്ന നേതാവ് ഹനൻ മൊള്ളയുടെ അടക്കം പ്രതികരണങ്ങൾ വരുന്നു. പിണറായി മാറി നിൽക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അത് ദേശീയ തലത്തിൽ തന്നെ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളതാണ്. വിജു കൃഷ്ണൻ അടക്കം മലയാളിയാണ്. വിജു കൃഷ്ണൻ PB അംഗമാണ്. ഒപ്പം അരുൺകുമാർ യുവ നിരയിലെ സാന്നിധ്യമാണ്, PB അംഗമാണ്. ആ നിലയിൽ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ PB അംഗങ്ങളൊക്കെ പിണറായി വിജയന്റെ ഈ സ്ഥാനാരോഹണത്തെ എതിർത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കൂടുതൽ ചർച്ചയായി വരുന്നു. സംസ്ഥാന നേതൃത്വമാകട്ടെ പക്ഷേ ഹനൻ മൊള്ളയെ ആ വിധത്തിൽ തള്ളി രംഗത്ത് വരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം സംസ്ഥാന തലത്തിലെ നേതാക്കൾ ശൈലജയും ശ്രീമതിയും ഒക്കെ ഇന്നലെ ദില്ലിയിലെത്തിയപ്പോൾ പിണറായി വന്നതിൽ ഒരു തെറ്റുമില്ല, PB അംഗമല്ലേ എന്ന ചോദ്യമാണ് ചോദിച്ചത്. അതേസമയം ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ദേശീയ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള അതൃപ്തി പിണറായി വിജയൻ വീണ്ടും ഒരു ഭരണഘടനാ പദവിയിലേക്ക് 75 വയസ്സ് പൂർത്തിയായിട്ടും ഇളവിൽ വരുന്നതിൽ അതൃപ്തിയും കടുത്ത നിരാശയും പങ്കുവയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ശരി.